ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് എന്തൊക്കെയാ കാണുന്നേ? സാറ് പറഞ്ഞത് സത്യ. ഇതൊരു വലിയ അനുഭവം തന്നെയാട്ടോ. സീതാലിക്ക ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും അല്ലായിരുന്നു മോളെ. അന്ന് ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ അന്വേഷണം നീണ്ടു പോകുന്നതല്ലാതെ ഞാൻ അങ്ങനെ അന്വേഷിച്ച് ക്ഷീണിച്ചിട്ടൊന്നുമില്ലല്ലോ മൂർത്തി. എന്റെ കാലുകൾക്ക് ഇപ്പോഴും നല്ല ബലമുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നെത്തും. അത് 100% ഉറപ്പാ. മാത്രമല്ല പോലീസിലെ ചില ഉന്നതന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ സഹായം കൂടെ ഒന്ന് തേടാം. ഇപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഫാസ്റ്റ് ആണല്ലോ. കണ്ടുപിടിക്കൂടോ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. എല്ലാത്തിനും കൃത്യമായ പ്ലാനുണ്ട്. ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞോ എവിടെയെങ്കിലും തളർന്നിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അത് തെറ്റാ. അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു പോകുന്ന ആളല്ല. നമുക്ക് നോക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ കാണുന്നവരൊക്കെ കൈപിടിച്ച് കരയാ മോളെ. അങ്ങനെ ആയിരുന്നു എല്ലാരും എന്നോട്. സാറിന്റെ സ്വഭാവം വെച്ച് അങ്ങനെയല്ലേ ഉണ്ടാവുക? ആർക്കാ സാറിന് വെറുക്കാൻ പറ്റുക? ഈ ചോദ്യം പലരും ചോദിക്കും. പക്ഷെ എന്നെ വെറുക്കാൻ ആളുണ്ടായെന്നുള്ളത് സത്യ. അനിയൻകുട്ടി, അനിയൻകുട്ടി, ഈ സൽമാത്തനെ മറന്നോടാ? സൽമാത്ത സൈതാലിക്ക പോയിട്ട് 6 വർഷമായി. വയ്യാണ്ട് കിടക്കുമ്പോഴും അന്റെ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. എനിക്കറിയാം സൽമാത്ത. മുമ്പൊക്കെ എല്ലായ്പ്പോഴും ഞാൻ അവിടെ വന്നോണ്ടിരുന്നല്ലേ. എത്ര തവണ നേരം വെളുക്കും വരെ സീതാലിക്കയായിട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാ കരഞ്ഞിരുന്നേ. ചാവണേന് മുമ്പ് അവൻ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. നാട്ടിൽ വന്നിട്ട് എനിക്ക് സൽമാത്താനെ കാണാൻ തോന്നിയില്ലേ? വരണമെന്നുണ്ടായിരുന്നു സൽമാത്ത. പക്ഷെ പഴയ അനിയൻകുട്ടിയല്ലല്ലോ, കുറ്റവാളിയല്ലേ ഞാനിപ്പോ. ആർക്കാണ്ട നീ കുറ്റവാളി? സൈതാലിക്കും സൽമാത്തയ്ക്കും നിന്നെ നന്നായിട്ടറിയാം. പടച്ചോന് നിരക്കാത്തതൊന്നും നീ ചെയ്യൂല. കുറ്റം പറയുന്നവര് കുറ്റം പറയട്ടാ. പക്ഷേ സൽമാത്തയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ. സൽമാത്ത, അല്ല, ഇത് നമ്മുടെ നാട്ടിലെ പുതിയ അതിഥിയാ. ഇവര് അമ്മയും മോളും മാത്രമേ ഉള്ളൂ. പേര് കൃഷ്ണ. ഞങ്ങള് പഴയ ചങ്ങാതിമാരാ മോളെ. ഇവനെ ഈ അനിയൻകുഞ്ഞെ ഈ നാടെന്ന് പറഞ്ഞാൽ തന്നെ ഇവനായിരുന്നു. മോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അനിയൻകുഞ്ഞിനോട് പറഞ്ഞാ മതി. അനിയൻകുഞ്ഞിനെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളില്ല. സൽമാത്ത എവിടേക്കാ? വൈകുന്നേരേ നോമ്പ് തുറക്കാൻ ഇത്തിരി സാധനം മേടിക്കാനുണ്ടായിരുന്നു. അനിയൻകുട്ടി, നീ വൈകുന്നേരം വീട്ടിലേക്ക് വരില്ലേ? ഓ, അത് സൽമാത്ത നിന്റെ പൊരയല്ലേടാ. കേട്ടോ മോളെ, പണ്ടൊക്കെ നോമ്പുകാലം വരുമ്പോഴേ സൈതാലിക്ക് 2-3 ദിവസം കൂടുമ്പോ ഇവനെ പിടിച്ചു വലിച്ചോണ്ട് വരും ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കാൻ. വന്നാ പിന്നെ ചിരിയും കളിയും ബഹളവും ഒരു മേളം തന്നെയായിരുന്നു. നീ വരണം. സൽമാത്ത കാത്തിരിക്കും. വരാം. വരുമ്പോഴേ ഈ മോളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോരെ. അയ്യോ ഉമ്മ, ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ കുട്ടി ആളുകളെ പരിചയപ്പെടുന്നത്. മോൾ എന്തായാലും അനിയൻകുട്ടിയുടെ കൂടെ വന്നു. എന്നാ ഞാൻ പോട്ടെ. നീ വരാൻ മറക്കല്ലേ. സാറ് പറഞ്ഞ സത്യ. സാറിനെ കാണുന്ന ഓരോരുത്തരുടെ കണ്ണിലും ഒരു നനവുണ്ട്. അത് സാറിനോടുള്ള സ്നേഹ. വൈകുന്നേരം നമുക്കൊന്ന് പോവാല്ലേ? ഞാൻ വരണോ? അതെന്ത് ചോദ്യ? വരണം മോളെ. സ്നേഹമുള്ളവരോട് കുറച്ചു നേരം ചെന്നിരിക്കുന്നത് സന്തോഷമുള്ള കാര്യല്ലേ. നമുക്ക് എന്തായാലും പോവാം. വാ. സൽമാത്ത, ഇതാര്? അനിയൻ സാറോ? കേറി വാ ഉമ്മ, അനിയൻ സാർ വന്നു. വാ രണ്ടാളും. മോളെ, നിങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ?
നോമ്പ് തുറക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലുമ്മ, ഇത് ആദ്യത്തെ അനുഭവ. എന്നാ കണ്ടിരുന്നോ, ഇതൊരു വലിയ അനുഭവ. നാട്ടില് പലയിടത്തും മതത്തിന്റെ പേരിൽ വൈരാഗ്യവും കൊലയും ഒക്കെ നടക്കുമ്പോ ഞാൻ നേരെ ഇവിടെ അടുത്തേക്ക് വരിക. ഇവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോ മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വ്യത്യാസം എന്താണെന്ന് വേദനയോടെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയല്ലേ സൽമാത്ത? മനുഷ്യരൊന്നേ ഉള്ളൂ മോനെ, അതറിയാത്തവരല്ലേ ഈ കണ്ട കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ. നീ ഇവളുടെ കെട്ടിയവനെ കണ്ടിട്ടുണ്ടോ? എവിടുന്ന്? ഇവള് തന്നെ അനിയൻ പറയുന്ന ഒച്ച വെച്ചപ്പോഴാ ഓർമ്മ വന്നത് തന്നെ. ഞാൻ പോകുമ്പോ ഇവള് പൊടിയല്ലേ. പുതിയാപ്പിള എന്ത് ചെയ്യുന്നു? ഓൻ ഗൾഫിലാ, സൗദിയില്. 2 മാസമുണ്ട് നാട്ടില്. ആ, ഞാനൊരു പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി വന്നതേ ഉള്ളൂ. ഓ, ഇനിയിപ്പൊ അതൊന്നും മോൻ പറയാൻ നിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും വാ, ഇപ്പൊ ബാങ്ക് കൊടുക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നോമ്പ് തുറക്കാം. സൊറ പറഞ്ഞിരിക്കുകയും ചെയ്യാം. വാ. വാ മോളെ. അനിയൻകുട്ടിയെ, ഇതെന്താ നോക്കിയിരിക്കണേ? കഴിക്കേ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആള് തുടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഷോ, ഇത് എന്തൊക്കെയാ കാണുന്നേ? സാറ് പറഞ്ഞത് സത്യ. ഇതൊരു വലിയ അനുഭവം തന്നെയാട്ടോ. സൈതാലിക്ക ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും അല്ലായിരുന്നു മോളെ. അന്ന് ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ടാവും. നോമ്പുകാലം വന്നാലേ എല്ലാരെയും വിളിക്കണം, എല്ലാവരുടെയും കൂടി ഇരിക്കണം. അതൊക്കെ സീതാലിക്കയുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ, ഇപ്പൊ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. ഉണ്ടാവും. എന്റെ കുട്ടികളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തില് അനക്കും അനുഗ്രഹം ഉണ്ടാവും. കഴിക്ക്. കഴിക്കോളെ.